ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ അനാഥയാണെന്ന് ഞാൻ നോക്കിയില്ല. എന്റെ മകന്റെ ഇഷ്ടം അതാണ് എനിക്ക് പ്രധാനം. പിന്നെ 10 മാസം കഴിയുമ്പോ എനിക്ക് താലോലിക്കാൻ ഒരു പേരക്കുഞ്ഞിനെ എങ്ങി തന്നേക്കണം. സത്യം പറഞ്ഞ നീ ഇല്ലാതെ നല്ല ബോറായിരിക്കും എനിക്ക്. എന്നാലും സാരമില്ല, നിനക്ക് നീ ആഗ്രഹിച്ച ജീവിതം കിട്ടിയല്ലോ, അത് മതി. എല്ലാം നീയും കൂടെ കാരണമല്ലേ എലിസബത്തെ. ആ നന്ദിയും കടപ്പാടും ഞാൻ മറക്കോ? ദേ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ആ നിമിഷം ഞാൻ അവിടെ എത്തും. ആ ഉറപ്പ് മതി. നീ ഇനി ഓഫീസിലേക്ക് ഇറങ്ങുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പഴയ ക്രൂ മെമ്പർ ആയിട്ടാണോ അതോ സിഇഒ ആയിട്ടാണോ അങ്ങോട്ടുള്ള വരവ്? അതും തീരുമാനിക്കണം. എന്നാലേ മോള് വിട്ടോ, എല്ലാരും ഇറങ്ങാറായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരിയടി. അപ്പോ ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, ചെല്. നിർത്തണേ, ഒന്ന് നിർത്തണേ പ്ലീസ്. അയ്യോ സോറി, ഇതിലാളുണ്ടായിരുന്നോ? അറിഞ്ഞില്ല. അതിനെന്താ, പറഞ്ഞോളൂ. എന്നൊന്ന് ടൗൺ വരെ ഒന്ന് ഇറങ്ങാവോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതിനെന്താ, നമുക്ക് വേഗം പോകാലോ. കേറിക്കോളൂ. വലിയ ഉപകാരം. എങ്ങനെ ഉണ്ടായിരുന്നു റിസപ്ഷൻ? ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടായി. ഇന്നത്തെ ദിവസം നിന്റെ ദിവസമാ. നിനക്ക് പറ്റുന്ന അത്രയും നീ സന്തോഷിക്കണം. കാരണം നിന്റെ ജീവിതത്തിലെ മുഴുവൻ ആഘോഷങ്ങളും കൊടിയിറങ്ങുന്ന ദിവസമായിന്ന്. ഇത്രയും നാളും നീ കളിച്ച നാടകമല്ല. തട്ടിൽ കയറി നിന്ന് ഇനി നാടകം കളിക്കാൻ പോകുന്നത് ഈ രമാദേവിയാ. എന്റെ മോനായതുകൊണ്ട് പറയല്ല, അവനൊരു കിഴങ്ങനാ. അതാ നിന്നെ തന്നെ വേണമെന്ന് വാശി പിടിച്ചത്. നിന്നെ മതിയെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് നിന്നെ ഒരു ദിവസം അവൻ തള്ളിപ്പറയും. ആ ദിവസത്തിനാ എന്റെ കാത്തിരിപ്പ്. അതെ, ഇന്നു മുതൽ നിന്റെ സമയദോഷം തുടങ്ങുക. അതിന്റെ ആദ്യ സൂചനയാ എന്റെ വീട്ടിലെ അടുക്കളക്കാരിയിൽ നിന്ന് നിനക്ക് കിട്ടിയത്. ഇപ്പൊ നിന്റെ മുഖത്തൊരു വിജയഭാവം കിടപ്പുണ്ട്. പരസ്യമായി നീ അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളു നിറയെ സന്തോഷമാ. അത് മാറ്റി തരുന്നുണ്ട് ഞാൻ. അർജുനെ വിവാഹം കഴിച്ചെന്റെ തലവിധി ഓർത്ത് നീ നിന്നെ ശോഭിക്കുന്ന ഒരു ദിവസം വരും. തയ്യാറായിക്കോ ഈ രമാദേവിയുമായുള്ള അംഗത്തിന്. ഹാപ്പി അല്ലേ?
നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ ചാടും. വിടും, എല്ലാം വിടും. വിടാനാ പറഞ്ഞ. ഇങ്ങോട്ട് ഇറങ്ങ് ശിവദാസ. എന്റെ പൊന്നു നരേന്ദ്ര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് പോലുള്ള വണ്ടി വന്നിട്ടുണ്ട്. വേണ്ട. ദേ, തട്ടാതെ മുട്ടാതെ ഇതിനെ എടുത്ത് ജീപ്പിലോട്ട് കയറ്റും. എന്നെ വിടാനാ പറഞ്ഞു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേണ്ട. എന്താ മോനെ, നിനക്ക് സന്തോഷമായില്ലേ? ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ചടങ്ങ് മനോഹരമായി. ഫുഡ് അടിപൊളിയാണെന്നാ കഴിച്ചവരുടെയൊക്കെ അഭിപ്രായം. എനിക്കും അതേ അഭിപ്രായം തന്നെയാ. അയ്യോ, എന്തായാലും എല്ലാവരും ഹാപ്പിയാ. ഞാനും ഹാപ്പിയാ. ചന്ദ്രലേഖ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാ മാഡം? ഈ ഫംഗ്ഷൻ കാണുന്നതും പങ്കെടുക്കുന്നതും എന്റെ ഭാഗ്യമല്ലേ? പ്രത്യേകിച്ചും അർജുൻ സാറിന്റെ വിവാഹ റിസപ്ഷൻ. ഐശ്വര്യലക്ഷ്മി എന്റെ മരുമകൾ ഒന്നും പറഞ്ഞില്ല. നീ അനാഥയാണെന്ന് ഞാൻ നോക്കിയില്ല. എന്റെ മകന്റെ ഇഷ്ടം അതാണ് എനിക്ക് പ്രധാനം. പിന്നെ 10 മാസം കഴിയുമ്പോ എനിക്ക് താലോലിക്കാൻ ഒരു പേരക്കുഞ്ഞിനെ എങ്ങി തന്നേക്കണം. എന്നെ അവൻ മുത്തശ്ശീന്ന് വിളിക്കണം. അവനാണെന്നങ്ങ് തീരുമാനിച്ചോ? പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇപ്പോ എനിക്ക് എന്റെ മകനേക്കാൾ പ്രധാനം എന്റെ മരുമകളുടെ സന്തോഷമാ. നിങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ സന്തോഷവും സുഖകരവുമായ കുടുംബജീവിതം ആരംഭിക്കണം. അതാ എന്റെ എന്തു പറ്റി? എന്റെ എന്തോ തല കറങ്ങുന്നത് പോലെ. രമേ, രമേ, അമ്മേ, അയ്യോ, കുട്ടികളെ, അയ്യോ. രമേ, രമേ, അമ്മേ, അയ്യോ, അച്ഛാ, അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. മഹി, വണ്ടി എടുക്ക്, വണ്ടി എടു. അമ്മേ, പതിയെ.